ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാടൻ. സോ കഴിഞ്ഞ 2 പാർട്ടായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈവ് മാർക്കറ്റ് ലേണിങ്ങിൻ്റെ അടുത്ത ഒരു പാർട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ കഴിഞ്ഞ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് എന്താണെന്നറിയോ? പുള്ളി ഒരു സംശയമല്ലേ ചോദിക്കുന്നത്, അതിന് ഇത്രത്തോളം ഷൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെയാണ് ഷൗട്ട് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടുമില്ല പറയാനായിട്ട്. അവർ നന്നാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സ്റ്റുഡൻസിന് ലൈഫ് ടൈം സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രയോ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എവിടെയും ലൈഫ് ടൈം സപ്പോർട്ടോ അല്ലെങ്കിൽ ലൈഫ് ടൈം ഡൗട്ട് ക്ലിയറൻസ് സെഷനോ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ലിമിറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാനത് ചെയ്ത് ഫെയിലിയർ ആയതുകൊണ്ടാണ്. സോ ഞാനത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം എഗെയിൻ ആൻഡ് എഗെയിൻ ഒരാൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഫാക്റ്റ് അതെൻ്റെ സ്റ്റുഡൻ്റ് ആയിക്കൊള്ളുന്നില്ല, നിങ്ങൾ പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ അടക്കം ഞാൻ റൂഡായിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കാരണം എന്താണ്? ചെയ്യരുത് എന്ന് പറയുന്നത് എൻ്റെ മിസ്റ്റേക്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ അനുഭവിച്ചതിനേക്കാളും ട്രേഡിംഗ് പെയിൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ മുമ്പേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ അത് എഗെയിൻ പറയുമ്പം ഞാൻ അയാളടുത്ത് ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ദാറ്റ് ഡസൻ മീൻ എനിക്ക് അയാളോട് വെറുപ്പാണെന്നുള്ളതല്ല. ഇന്നും ഇപ്പോഴും ഇദ്ദേഹം എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അങ്ങേർക്ക് എത്ര കാലം എഫേർട്ട് എൻ്റെ സൈഡിൽ നിന്നുള്ളത് വേണോ അത്രത്തോളം ഞാൻ കൊടുക്കാൻ റെഡിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്ന് പറയുന്നതാണ് എൻ്റെ പ്രൊഫഷൻ, ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെറുതെ വായ്ത്താളം മാത്രം പറയുകയാണോ, അതോ ഞാൻ ട്രേഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലൈവ് മാർക്കറ്റിലാണോ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതായത് അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് വന്ന് ഓഫ്ലൈൻ മാർക്കറ്റിലല്ലേ ഈ അഭ്യാസമൊക്കെ എന്ന്. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആൾ മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ആരെയും ഇംപ്രസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻസോ ഒക്കെ കൊടുത്തിട്ട് എൻ്റെ ചാനലിലേക്ക് ആളെ കയറ്റാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലേക്ക് ആളുകളെ കയറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനത്തെ ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ കംഫർട്ട് സോണിൽ മാത്രം ഇരിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാണ് ഞാൻ. എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ക്ലാസ് എടുക്കലും ഒക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി അല്ലെങ്കിൽ ഒരുപാട് ബാക്കിൽ മാത്രം കിടക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പം അയാൾ ജെന്യുവിനായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഉൾക്കൊള്ളാനായിട്ട് അവർ റെഡി ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചാനലിലേക്ക് തന്നെ ഈ മുട്ടത്തല കാണാനായിട്ട് നിങ്ങൾ തിരിച്ചു വരും. എപ്പോഴാണെന്നറിയോ? തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത്. കാരണം ഈ മിസ്റ്റേക്കൊക്കെ ചെയ്തിട്ടാണ് ഞാനിന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്താണോ അതൊരാൾ പോലും ചെയ്യാണ്ടും പോവില്ല. എഗെയിൻ എഴുതി വെച്ചോ, ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്താണോ അതൊരാൾ പോലും ചെയ്യാണ്ട് പോവില്ല. ഒരു ട്രേഡറായി വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മിസ്റ്റേക്സും നിങ്ങളും ചെയ്യും. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ജസ്റ്റ് ഒരു അഡ്വാൻസ് വാണിംഗ് ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആവും എന്നുള്ളതിൻ്റെ അഡ്വാൻസ് വാണിംഗ്. നിങ്ങളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. സോ അങ്ങനെയാണെന്നിരിക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലടക്കം അവരടുത്ത് പറയുന്നത്, ഇനി മുതൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ മാറ്റി വെക്കുക. അവിടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുക. പറയാനുള്ള കാരണം, ഞാൻ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് മാർക്കറ്റിൽ ക്ലാസ് എടുത്തിട്ട് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ സെഷൻ അടക്കം, അതായത് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് April 1st ആണ്. ഇന്നത്തെ സെഷനടക്കം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ പറയുന്ന എത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തോരം ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ ട്രേഡിംഗ് ജേണിയിൽ ഉണ്ടാവുക എന്നുള്ളത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഉപദേശം എന്ന് പറയുന്ന സംഗതി പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഉപദേശം എന്ന് പറയുന്ന സംഗതിക്കാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ട്രേഡിംഗ് ജേണിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ക്രിറ്റിസിസങ്ങളും കാര്യങ്ങളും ഒക്കെ വരട്ടെ, ഞാൻ അതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാനാണ്. എനിക്ക് വേറൊരാൾക്ക് പ്ലീസ് ചെയ്യുന്ന രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. നമുക്ക് എത്രയൊക്കെ ചെയ്താലും നമുക്ക് അഭിനയിക്കാൻ പറ്റും, നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ള റിയാലിറ്റിയാണ് അല്ലേ. സോ അതൊക്കെ അതേ സെൻസിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്.
നിങ്ങൾ പറയുന്നതെല്ലാം റെഡി ആയിരിക്കാം. ബട്ട് എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം എനിക്ക് ഞാനാണ് ശരി എന്നുള്ളതാണ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേക്ക് എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന പോയിന്റ് ഒന്നും ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങളുടെ അറിയിലേക്ക് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഹാവ് ടു വാച്ച് ദാറ്റ് വീഡിയോ അഗെയിൻ ആൻഡ് അഗെയിൻ. നിങ്ങൾ 2 or 3 പ്രാവശ്യമെങ്കിലും നിങ്ങളത് കാണണം. എന്നിട്ട് സ്റ്റിൽ ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്താ, ഞാൻ പറഞ്ഞു തന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തു തുടങ്ങണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിനൊന്നും നമുക്ക് റിസൾട്ട് ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് കളയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്ന, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്ന ആ ഒരു പോയിന്റിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ട്രസ്റ്റ് മീ. സാറേ നിലവില് ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ് ഒരു 4 തവണ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. ക്ലാസ്സിന് ഇരുന്നത് പോയിട്ട്. അപ്പം ടോട്ടൽ 5 തവണ കേട്ട്. നല്ല കാര്യം. അപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നുണ്ട്. കുറെ കാര്യങ്ങൾ വീണ്ടും അഡ്വാൻസ് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുതിയ ഇൻസൈറ്റ്സ് കിട്ടും. ഇൻഫാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അടക്കം ഈ ഒരു സംഗതിയൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത്രയും ഈസി ആയിട്ടുള്ള സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത്രയും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഞാനൊരു വോളിയം പ്രൊഫൈലോ അല്ലെങ്കിൽ മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ, ഒരുപാട് കൺസെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ചാർട്ട് മൊത്തം ബ്രേക്കോസിസ്റ്റർ മറ്റേത് മറിച്ചതെന്ന് വേണ്ട അങ്ങനെയോ ഒരു ICT അതുപോലത്തെ സാറേ ഒറ്റ കാര്യം കൂടെ സാറേ, ഇങ്ങനെ പുകഴ്ത്താനൊന്നും പറയുന്നില്ല. ഞാൻ ഒരിടത്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്ത മൺഡേ ടു ഫ്രൈഡേ മാർക്കറ്റ് ഓവറാണ്. മാർക്കറ്റ് ഓവറിൽ ഈ വോയിസ് മാത്രം ഇങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കും. അന്ന് ക്ലാസ്സിന് അവിടെ ജോയിൻ ചെയ്ത ക്ലാസ്സിന് 10,000 രൂപയായിരുന്നു ഫീസ്. ഇപ്പൊ യൂട്യൂബിൽ ചാനലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പേരൊന്നും പറയുന്നില്ല, ആരെയും മോശമാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ 50,000 രൂപയാണ് ഈ മൺഡേ ടു ഫ്രൈഡേ ഉള്ള ക്ലാസ്സിന്. അത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് പോലും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയും ക്ലാസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടി സാർ ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ട്, നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നിന്ന് പഠിച്ചിട്ട് ഞാൻ ഒരു ഫെയർവെൽ ഗ്യാപ്പ് പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞുതരാൻ കാരണം എന്താണെന്ന് അറിയാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഡൗട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് മാർക്കറ്റിൽ ഇരുത്തിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. രാത്രി ഇരുന്ന് കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്യാത്ത മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് കഥ പറയാൻ, കഴിഞ്ഞു പോയ ചാർട്ടിൽ കഥ പറയാൻ ആർക്കും കഴിയും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, എനിക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഉണ്ട്. അതിനർത്ഥം എനിക്ക് SL കിട്ടൂല എന്നുള്ളതോ? ഡെഫിനറ്റ്ലി എനിക്ക് SL കിട്ടും. ബട്ട് ഐ കാൺ ബി റോങ് ഓൾവേസ്. എനിക്ക് എപ്പോഴും റോങ് ആവാൻ പറ്റില്ല, അല്ലെ? മാർക്കറ്റ് എന്നെ എപ്പോഴും പരാജയപ്പെടുത്തൂല. മാർക്കറ്റ് എന്നെ പരാജയപ്പെടുത്തുമ്പം എനിക്കറിയാം എത്ര കൊടുക്കണമെന്ന്. മാർക്കറ്റിൽ ഞാൻ റൈറ്റ് ആവുമ്പം എനിക്കറിയാം എത്ര ഉണ്ടാക്കണമെന്ന്. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ട്രെൻഡിൽ ട്രേഡ് എടുത്തു, ഇന്ന് SL ആണ് അതിനകത്ത്, ലെറ്റ് ഇറ്റ് ബി. ഓഫീസിൽ എനിക്ക് മെസ്സേജ് വന്നു, ട്രെൻഡിൽ SL ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ലെറ്റ് ഇറ്റ് ബി, SL ആവട്ടെ. നാളെ ട്രെൻഡിൽ വീണ്ടും അതേ പണി തന്നെ ഞാൻ എടുക്കും. കാരണം എന്താ, എന്നും മാർക്കറ്റ് ഫെയിലിയർ ആവൂല. സാധാരണ നമ്മൾ ഈ ബുള്ളിഷ് മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോഴേ IT മാത്രം ഓപ്പോസിറ്റ് പോകുന്ന കാരണം ITയുടെ ഇൻഡെക്സ് അതെന്തുകൊണ്ടായിരിക്കും മെജോറിറ്റി ഡേയ്സ് ബാക്കി എല്ലാ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ITയുടെ ഇൻഡെക്സ് മാത്രമായിരിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അവിടെ ഉണ്ട്. കാരണം നമ്മുടെ IT സെക്ടേഴ്സിന്റെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ അല്ല. നമ്മള് ഒരു ബാക്കിയുള്ള വിദേശ കമ്പനികളുടെ ബാക്ക് എൻഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് US-ന്റെയും ബാക്കിയുള്ള രാജ്യങ്ങളുടെയും വർക്ക് സ്റ്റേഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ നമ്മളുടെ കമ്പനികളെല്ലാം തന്നെ TCS അടക്കം, വിപ്രോ അടക്കം എല്ലാ കമ്പനികളും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണ്, മോസ്റ്റ് ഓഫ് ദം. അതായത് അവരുണ്ടാക്കുന്ന റവന്യൂയുടെ ഹയസ്റ്റ് പെർസെൻറ്റേജും ഔട്ട് ഓഫ് കൺട്രി ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്കറ്റിൽ പോസിറ്റീവ് ആയിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷൻ അവർക്ക് പോസിറ്റീവ് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പോയിന്റ് കിട്ടിയോ? സോ നമ്മളുടെ മാർക്കറ്റ് നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ ഒരിക്കൽ പോലും IT സെക്ടറിന് നെഗറ്റീവ് ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. ബട്ട് നമ്മൾക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് IT സെക്ടറിൽ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. ആ ഫോൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അമേരിക്കയിലുള്ള ബാങ്കുകളുടെ തകർച്ച. ബാങ്കുകൾ ഇതിനകത്തേക്ക് പോവാണ്, റിസഷനിലേക്ക് പോവാണ് എന്നുള്ള ന്യൂസ് വന്നതിന് ശേഷം നമ്മളുടെ IT സെക്ടർ ഭയങ്കര വീക്കായിരുന്നു. കാരണം
നമ്മളുടെ IT സെക്ടറിലെ പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് മിക്കവാറും പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ ബാങ്കുകൾക്കൊക്കെ കൊടുക്കുന്ന സർവീസ് കൊണ്ടാണ്. സോ അവിടെ ഉണ്ടാവുന്ന സാമ്പത്തിക മാന്ദ്യവും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മുടെ IT സെക്ടറിനെ എഫക്ട് ചെയ്യും. ബാക്കിയുള്ള സെക്ടേഴ്സിനെ എഫക്ട് ചെയ്തോളാം നിർബന്ധമില്ല. പോയിന്റ് കിട്ടിയോ? ഓക്കെ ഓക്കെ. അതൊരു ഒരു കാര്യം കൂടെ, നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ വോളിയം, നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചർ നോക്കി ഇൻഡെക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വോളിയം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചർ മൂവ്മെന്റ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡലിന്റെ വോളിയം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ഓർഎൽസ് യു ക്യാൻ ചൂസ്, എന്താ പറയുക, ട്രേഡിംഗ് വ്യൂ ചൂസ് ചെയ്യാം. ട്രേഡിംഗ് വ്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് വോളിയം ഇപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റേതിനകത്തു നിന്നുള്ള വോളിയം ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് വരികയാണത്. അതായത് ഫ്യൂച്ചേഴ്സിലുള്ള വോളിയമാണ് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് വരുന്നത് കേട്ടോ. അത് കാണിക്കാവോ? ട്രേഡിംഗ് വ്യൂ കാണിക്കുമോ? അത് ഞാൻ ട്രേഡിംഗ് വ്യൂലാണ് അന്വേഷിച്ചിട്ടുള്ളത്. ഇതേ പെയ്ഡ് വേർഷനിലുണ്ട്, സാറിന്റെ വേർഷൻ കിട്ടും. ഫ്രീ വേർഷൻ, ഇറ്റ്സ് ഫ്രീ വേർഷൻ. ഇതൊരു ഫ്രീ വേർഷൻ ആണ്. പെയ്ഡ് വേർഷനൊക്കെ ഓഫീസിൽ ആയിരിക്കണം. താങ്ക് യു താങ്ക് യു. സോ ഇതിനകത്ത് വോളിയം എന്നുള്ള ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം കേട്ടോ. വോളിയം അതറിയാം അതറിയാം. ഇൻഡിക്കേറ്റർ സെഷനിൽ പോയിട്ട് വോളിയം ആഡ് ചെയ്യണേ. ഓക്കെ അതറിയാം. സാർ ഇന്നലെ ഒരു 2 മണി വരെ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിട്ട് നോക്കിയാൽ സാറേ അവിടെ ഒരു വെഡ്ജ് കാണാൻ പറ്റില്ല സാറേ. എവിടെയാ? നിഫ്റ്റി ബാങ്കിലോ? അല്ല, ബാങ്ക് നമ്മുടെ നിഫ്റ്റിയില് 5 മിനിറ്റ് ക്യാൻഡിലില് ആ ഒരു 12 മണി to 2 മണി ടൈമില്ലേ സാറേ? 12 മണി. ഇത് നിങ്ങൾക്ക് എങ്ങനെ വെഡ്ജായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല? അതൊരിക്കലും വെഡ്ജായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ട്രീറ്റ് ദിസ് ആസ് എ സാറേ വെഡ്ജ് ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല സാറേ. ഞാൻ ഇങ്ങനെയൊക്കെ വെഡ്ജ് ഒരു പാടുമില്ല. അല്ല സാറേ, എനിക്ക് അങ്ങനെ പറഞ്ഞ സോറി. അല്ല അത് വെഡ്ജ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു ഫ്ലാഗ് ആൻഡ് പോൾ ആയിട്ട് ട്രീറ്റ്. ഫ്ലാഗ് ആൻഡ് ബോൾ ഇവിടെ ഒരു സോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി ഫ്ലാഗ് ആൻഡ് പോൾ ഉണ്ടായി. വെഡ്ജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള റീസൺ നമ്മൾ എന്താ വേണ്ടുള്ളൂ, ഹൈയും ലോയും ഒരേപോലെ ഷിഫ്റ്റ് ചെയ്ത് താഴത്തേക്കും മുകളിലേക്കും പോകണം. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു പാറ്റേണിനെ തന്നെ 100 നമ്പേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഒരു പാറ്റേൺ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. എന്താണ് അതിന്റെ ലോജിക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ടൊരു 100 എണ്ണത്തിന് അതിനെ തന്നെ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പിന്നെ നെറ്റ് ഭയങ്കര സ്ലോ ആവുന്നുണ്ടേ കണ്ടോ. ഇവിടെ നമ്മളൊരു വെഡ്ജ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ മാർക്കറ്റ് ലോ ഉണ്ടാക്കി, ഇവിടെ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി. ഇങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്. ഇത് ഞാൻ മിസ് ചെയ്തിട്ടുള്ള ട്രേഡാ. കാരണം ഞാൻ ഇവിടെ ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇവിടെയാണ് എൻ്റെ സോൺ ഉണ്ടായിരുന്നത്. ലെറ്റ് മീ ഷോ യു. ഇത് ഞാൻ എടുത്തിട്ടുള്ള ട്രേഡാണല്ലോ. 1 സെക്കൻഡ്. ഡേറ്റ് എന്നാ 11th മാർച്ച്. യൂറോ USD. ടൈം ഈസ് 11:46. ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴേ ഞാൻ ഈ എടുത്തിട്ടില്ലാണെന്ന് പറഞ്ഞിട്ട് അത്രയും ക്ലാരിറ്റിയോടുകൂടി ഞാൻ ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഈ സംഗതി ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഒരിക്കലും എന്തല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് പിന്നെ ക്ലാസ് എടുത്ത് തരാനിരിക്കുന്ന മനുഷ്യനല്ല ഞാൻ ട്രേഡറാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ക്ലിയർലി സീ ഇവിടെ ഒരു വെഡ്ജ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വരച്ചു വെച്ചതാണോ? അല്ല. ഡേറ്റ് എന്നാ നോക്കിയേ, 11th മാർച്ച് അല്ലേ? സോ ആസ് ഓഫ് നൗ ക്യാൻ യു സീ യൂറോ JPYക്ക് ശേഷം യൂറോ USD 2 സെല്ല് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ കാണാൻ പറ്റുന്നുണ്ടോ? 2.5 ലോട്ടിൽ 2 സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ? സെല്ല് 405 റുപ്പീസിന്റെ ഡോളേഴ്സിന്റെ പ്രോഫിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? 2 ട്രേഡിലും കൂടി $810 പ്രോഫിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഡേറ്റ് ഒന്ന് നോക്കിയേ, ആ പ്രൈസ് ഒന്ന് നോക്കിയേ. 11th മാർച്ച്. പ്രൈസോ ടൈമോ 11:46 അല്ലേ? ശരിയല്ലേ? സോ അതേ ഒരു സംഗതി അല്ലേ ഇവിടെ നടക്കുന്നത്. വെഡ്ജ് അല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എങ്ങോട്ടേക്കാ മാർക്കറ്റ് എത്തുന്നത്? മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴത്തേക്ക് വന്നിട്ടുണ്ട്. സെയിം പോയിന്റിനെ മാർക്കറ്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്? എഗെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എഗെയിൻ ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പോകുന്നത് വെഡ്ജ് ഉണ്ടാക്കിക്കൊണ്ടാണ്. ആ വെഡ്ജിന്റെ ബ്രേക്ക് ഇതിനകത്തൊന്നും ഞാൻ വെഡ്ജിന്റെ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നില്ല. എന്താണ് കാരണം? എന്താ, മാർക്കറ്റിൽ ഓൾറെഡി എന്തുണ്ട്? ട്രെൻഡ് ഉണ്ട്, ഡൗണിലേക്ക് ട്രെൻഡ് ഉണ്ട് അല്ലേ? ഡൗണിലേക്കുള്ള ട്രെൻഡിൽ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം പോവുകയാണ്.
ഫാസ്റ്റ് ടൈം റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ പോകുന്നത് വെഡ്ജ് കൂടി ആയിട്ടാണ്. സോ എന്നെ സംബന്ധിച്ച് എന്താണ്, എൻ്റെ വെഡ്ജ് പാറ്റേണിന്റെ ആക്യുറസി ഈസ് മോർ ദാൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, മോർ ദാൻ 90% ആക്യുറസിയിൽ ഒരു സെറ്റപ്പാണ് അല്ലെങ്കിൽ സംഗതിയാണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ വെച്ച് ട്രേഡ് എടുത്തു. സോ നൗ യു ടെൽ മീ, ഞാൻ യൂട്യൂബിൽ ട്രേഡിംഗ് പഠിപ്പിക്കാനിരിക്കുന്ന ആളാണോ, ഞാൻ ട്രേഡറാണോ? യു ടെൽ മീ. ഞാൻ എടുത്ത ട്രേഡാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. സോ ഈ ചാർട്ടിൽ എവിടെയൊക്കെ ട്രേഡ് വന്നിട്ടുണ്ടോ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്ന സംഗതികൾ വന്നിട്ടുണ്ടോ, അതൊക്കെ ട്രേഡായിട്ട് എൻ്റെ പോക്കറ്റിലുണ്ട്, അതൊക്കെ പ്രോഫിറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലുണ്ട്, അതിനൊക്കത്തിന് ഞാൻ ക്യാഷ് ചെയ്തിട്ടുണ്ട്. സോ നൗ യു ടെൽ മീ, ഞാൻ ട്രേഡ് പഠിപ്പിക്കാനിരിക്കുന്ന ആളാണോ, ട്രേഡറാണോ? എന്തുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ നിൽക്കാത്തത് അധികം? ടൈം അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു സ്ക്രീൻഷോട്ടില്, നൗ 1 second, ലെറ്റ് മീ ഞാൻ ആ ഒരു പരിപാടി ഞാൻ ചെയ്യാത്തൊരു സംഗതിയാണ്, ബട്ട് സ്റ്റിൽ ഐ വിൽ ഷോ യു. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഞാൻ ഈ ഒരു സെഷൻ തന്നെ ഹൗ മച്ച് പ്രോഫിറ്റ് ആയി വേണ്ടതെന്നുള്ളത്, എത്ര പൈസ ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയെന്നുള്ളത്, അല്ലേ? ഇതെല്ലാം ഡോളറിലാണ് കാണാൻ പറ്റുന്നത്, ശരിയല്ലേ? സോ അറൌണ്ട് 6, 12, 14, 16, 19, 20 ഇപ്പൊ നിങ്ങൾക്ക് നോക്കി ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതെന്താണ്, വെറും 2 daysിലാണ് ഞാൻ ആ ഒരു പ്രോഫിറ്റ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ പറ, നിങ്ങൾ തരുന്ന ഫീസ് ആണോ എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്? എത്ര ഡോളേഴ്സ് ആണ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്? 2000 അല്ല, 2000 അല്ല, അപ്പം 4500 വരും. ലെറ്റ് ഇറ്റ് ബി, എത്രയോ ആവട്ടെ. സോ അത് എത്രയാണ് വെൻ കമ്പയർ ടു ഇന്ത്യൻ മണി? അത് എത്രത്തോളം വലിയൊരു പൈസയാണ്, അല്ലേ? ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2-3 വെരി ഫ്യൂ ഡേയ്സ് കൊണ്ടാണ്, 2-3 ദിവസം കൊണ്ടാണ്, അല്ലേ? സാറേ ഫോറക്സ് തൊടൂല എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ്, ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് ഒരു കോൺഫിഡൻസ് വന്നത്, എങ്ങനെയും ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതെന്റെ വൺ ഓഫ് ദ അക്കൗണ്ട് ആണ്. ട്രസ്റ്റ് മീ, വൺ ഓഫ് ദ അക്കൗണ്ട് ആണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ലെവൽസിൽ ട്രേഡ് എടുക്കാനായിട്ട് ഓഫീസിൽ ആളെ വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന ലെവൽസിൽ ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ ഞാൻ ഇപ്പൊ നിങ്ങളടക്കം കേൾക്കുന്നുണ്ട്, ട്രെൻഡിന്റെ ലെവലും മറ്റൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കണം, അല്ലേ? അതെ. ഇജെയും ആക്റ്റീവ് ആവുന്ന സമയത്ത് അവരവിടെ ട്രേഡ് എടുക്കും. അവരുടെ കയ്യിൽ എക്സ്പ്രസിന്റെ അക്കൗണ്ട് ഉണ്ട്, അൽപാരിയുടെ അക്കൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് അവർ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിഹാഫ് ഓഫ് മീ, എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ എന്താ നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്? ഈസി ആയിട്ട് യു ക്യാൻ വിൻ, വളരെ ഈസി ആയിട്ട് യു ക്യാൻ വിൻ. അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ പ്രാക്ടീസും ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അതേപോലെ എടുക്കുക, എന്നിട്ട് അതേപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ പറയുന്ന പൈസ ഇപ്പൊ ഞാൻ എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളത് യു ആർ സീയിങ് ഇറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, അത്ര വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇത്ര ഞാൻ ഇതുണ്ടാക്കി എന്നുകൊണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. അത് കാണിച്ചു തരാത്തത് എന്തുകൊണ്ടാ? കാണിച്ചു തരാല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ കണ്ടു, അല്ലേ? വേണ്ട സാർ, അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. പറയണമെന്ന് മനസ്സിലാക്കുക സംഭവം. യെസ്, എക്സാക്ട്ലി. അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ആശായിട്ട് പറയുന്നുണ്ട്, ഐ നോ. കാരണം എന്താ? ഞാൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിനെയാണ് നിങ്ങൾ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹാഷായിട്ട് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അതെ, നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള ഉപകാരം. സോ വർക്ക് ഹാർഡ്. ഒരുപാട് കാലമൊന്നും ചെയ്യണ്ടെന്നേ. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കുറച്ച് പോയിന്റ്സ് അല്ലേ ഉള്ളൂ, അത് അതേമാതിരി ഫോളോ ചെയ്താൽ പോരെ. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾ ആലോചിക്കണ്ടല്ലോ. ബാക്കി എന്തൊക്കെയാ അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലേ, ലെറ്റ് ഇറ്റ് ബി. അതും നിങ്ങൾ ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഞാൻ ആ ഫ്രീ ടെലഗ്രാം ചാനലിൽ തരുന്ന ആ ട്രേഡ് മാത്രം നിങ്ങൾ വെഡിപ്പായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഭാഗം ഷോർട്ട് കട്ട് പറയല്ലേ സാറേ, വേണ്ട. അല്ല, ഞാൻ തമാശയല്ല ഞാൻ പറഞ്ഞത്. തോന്നുന്നത് പോലെ മാർക്കറ്റിൽ കാണിക്കുന്നതിന് പകരം ഞാൻ ഈ തരുന്ന ലെവൽസിനെ മാത്രം നിങ്ങൾ വെഡിപ്പായിട്ടൊന്ന് ട്രേഡ് ചെയ്താൽ മതി. ഒറ്റ ട്രേഡിൽ നിർത്തിയാൽ മതി. ഞാൻ പറഞ്ഞു തരുന്ന അതേപോലെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ശരിക്കും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ സോറി സാറേ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാനേ സാറേ, ലോസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് ചെയ്ത് ഞാൻ അങ്ങ് ലോസ് വന്ന് അങ്ങനെ എങ്ങനെ പ്രോപ്പർലി 5 വർഷം കൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു സാറേ. സാറിന്റെ ട്രേഡ് ഞാൻ വന്ന് കണ്ടു തുടങ്ങിയതിനു ശേഷമാണ് അതിന്റെ ഐഡിയ കിട്ടി തുടങ്ങിയത്. പിന്നെ ഫണ്ടിലാണ് നമ്മൾ
ശരിക്കും മാനേജ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് ഒന്നും അതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി പിന്നെ ഞാൻ സാറിനെ ഫോളോ ചെയ്തൊരു 3 മാസം സാറേ പ്രോപ്പർലി. പിന്നെ ലെവൽ സാർ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഞാൻ നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അതിനുവേണ്ടി എനിക്കൊരു പ്രോപ്പർ ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വരയ്ക്കുന്നത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടൊക്കെ പോകുമായിരുന്നു സാറേ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ വരക്കുന്ന ലെവൽസിന്റെ ലോജിക്ക് മനസ്സിലാവില്ലേ? ലെവൽ വരച്ചാൽ മനസ്സിലായി സ്റ്റിൽ മനസ്സിലായി. തെറ്റും. ലെവൽ വരച്ചാൽ നിങ്ങൾ സ്റ്റിൽ തെറ്റും. ബട്ട് നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാവില്ലേ? ലെവൽ വരച്ചാൽ ഞാൻ സ്റ്റിൽ തെറ്റും എന്ന് പറയാൻ കാരണം എന്താ? ലെവൽ വരച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. സ്റ്റിൽ തെറ്റുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? അതിന് കംപ്ലീറ്റ് അല്ല സാറ് അത്രയും ഇതായിട്ടാണ് എടുക്കുന്നത് ആ ഒരു പോയിന്റിനെ. കംപ്ലീറ്റിൻ്റെത് മാത്രമല്ല, ഇന്ന് യു ഗൈസ് ടെൽ മീ, നമ്മൾ എവിടെ ലെവൽ വരച്ചിട്ടുള്ളത്? ഇവിടെയാണ്. ട്രേഡ് എവിടെയാണ് എടുത്തിട്ടുള്ളത്? ഈ ക്യാൻഡിലിന്റെ മുകളിലേക്ക് പ്രൈസ് പോയപ്പോഴാണ് 9:35 ക്യാൻഡിലാണ് ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? ലെവൽ ഇവിടെയാണ് അല്ലേ? അതെ. അതെന്താ അങ്ങനെ വന്നേ? ഇവിടുന്നാണ് ഞാൻ ഓൾറെഡി ഒരു റിവേഴ്സൽ ഉള്ളതുകൊണ്ടോ? ഏതാ അത് അതിന്റെ മുന്നത്തെ ദിവസമാണോ? അല്ല, ഓൾറെഡി ഒരു റിവേഴ്സൽ ഇവിടെയാണ്. ബട്ട് ലെവൽ ഞാൻ വരച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഈ ചാർട്ടിൽ നൗ യു ഗൈസ് ഓൺലി ടെൽ മീ, ഈ ചാർട്ടിൽ എവിടെയാ മൊമെന്റം ഉണ്ടായത്? ആ ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിലിന്റെ അതിന്റെ മിഡിനെ ബ്രേക്ക് ചെയ്ത് പോയ ആ place. നോക്ക് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഇവിടേക്ക് ആവുമ്പോഴാ മിഡിന്റെ ബ്രേക്ക് ഔട്ട് ഒക്കെ സസ്റ്റെയിൻ ആവണേ അല്ലേ? ബട്ട് യു ഗൈസ് ഓൺലി ടെൽ മീ, ഈ ചാർട്ടിൽ എവിടെയാ ഒരു മൊമെന്റം ഉണ്ടായിട്ടുള്ളത്? മൊമെന്റം ക്രിയേറ്റ് ആയിട്ടുള്ളത് എവിടെയാ? ഈ ക്യാൻഡിലല്ലേ മൊമെന്റം ക്രിയേറ്റ് ആയിട്ടുള്ളത്? അതെ സാറേ. എക്സാക്ട് എന്റെ എൻട്രി അതിന്റെ മുകളിലല്ലേ വന്നിട്ടുള്ളത്? അതെ. കോൺഫിഡൻസ് ആണോ അത്? അല്ല സാർ അല്ല. സാർ അതിന്റെ റീസൺ അതാ ഞാൻ പറഞ്ഞത്. ലെവല് വരക്കുമ്പോൾ മേ ബി സ്റ്റിൽ നിങ്ങൾ ഫെയിലിയർ ആയേക്കാം. ബട്ട് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താ? ഇറ്റ്സ് എ മൊമെന്റം ക്യാൻഡിൽ അല്ലേ സാറേ? അറിഞ്ഞോ അറിയാതെയോ ആ മൊമെന്റം ക്യാൻഡിൽ ഇല്ലേ, അതിനെ വെച്ചിട്ടും ആ 15 മിനിറ്റ് ഞാൻ 15 മിനിറ്റ് ക്യാൻഡിലാക്കിയിട്ട് അതിനെ മിഡ് വരച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ നല്ലൊരു മൊമെന്റം ക്യാൻഡിൽ, പക്ഷെ അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായത് കൊണ്ടേ ഞാനും ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സാറ് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം, നല്ല കാര്യം. അങ്ങനെ തന്നെയാണ് പെർഫെക്റ്റ് ആവുക മനുഷ്യൻ. എന്റെ ലെവല് ഇന്ന് അതാണ്. ഞാൻ എടുത്തിട്ടില്ല അവിടുന്ന്. ഈ സാറിന് ട്രേഡ് എടുത്തിട്ടില്ല. അടിപൊളി, നല്ല. ഞാനിത് ട്രേഡ് എടുത്തായിരുന്നു. ഞാനത് ട്രേഡ് എടുത്തായിരുന്നു. ഞാൻ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് ഈ മാർക്ക് ചെയ്തായിരുന്നു. ഞാൻ മാർക്ക് ചെയ്തത് ക്വസ്റ്റ്യൻ എത്രേ ഉള്ളൂ, എവിടെ എടുത്തു, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതല്ല. ലോജിക് ഉണ്ട് അവിടെ. ഉണ്ട്. ഞാൻ നോക്കി. ഞാൻ പറഞ്ഞു സാറേ, അത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ഈ 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്തു, എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ 15 മിനിറ്റ് ക്യാൻഡിൽ പോയിട്ട് സെന്റർ ആയിട്ട് വരുന്നുണ്ട്. സാർ പറഞ്ഞ മൊമെന്റ് ക്യാൻഡിൽ സെന്റർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 ആണ് ഞാൻ ഇന്ന് എടുത്തത്. 1.5 റേഷ്യോ കിട്ടി. നല്ല കാര്യം, ഗ്രേറ്റ്, അടിപൊളി. അതാ ഞാൻ പറഞ്ഞത്. നമ്മളുടെ ലോജിക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്ത് രസമായിട്ട് സംഗതികൾ ഇതാവുണ്ട് അല്ലേ? എനിക്കും കിട്ടിയായിരുന്നു. ഞാനും എടുത്ത് സി. നല്ല കാര്യം, അടിപൊളി, ഹാപ്പി. 24,000 എടുത്തായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഈ സംഗതി അല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പഠിപ്പിച്ചെന്നുള്ളത്. വേറൊരു കാര്യം കൂടെ, ഞാനാണെങ്കിൽ ലൈവില് എസ്എൽ വെക്കാതാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1 സെക്കൻഡ്. ഇവിടുന്ന് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിനെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പം ബാക്കി കുറച്ച് ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്തു അല്ലെ? 2 പ്രാവശ്യമായിട്ടല്ലേ ഞാൻ ചെയ്തത്? അതെ അതെ. ഞാൻ യൂഷ്വലി എടുക്കുന്നതിന്റെ മൂന്നിലൊന്നും പറയാൻ പറ്റില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ എത്തിയപ്പം ക്വാണ്ടിറ്റിനെ ഞാൻ ആഡ് ചെയ്തു? രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യാൻ ആഡ് ചെയ്തു. സപ്പോർട്ട് മീൻസ് മിഡ് പോയിന്റ് അല്ലേ? ഇതല്ലേ ഫസ്റ്റ് സെഷൻ മുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് ആകെ അറിയാവുന്ന പരിപാടി എന്ന് പറയുന്നത് ക്യാൻഡിലിനെ നോക്കുക, പ്രൈസിനെ നോക്കുക, ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ എത്ര വാല്യൂ, പടച്ച റബ്ബാണ്, എൻ്റെ ഉമ്മയാണ് സത്യം. എനിക്ക് അറിയൂല നിഫ്റ്റി എത്രയിലാണ് ട്രേഡ് ചെയ്യണേ. എനിക്കിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ 2ാമത് പ്രാവശ്യം നോക്കേണ്ടി വരും. പ്രീവിയസ്ലി കാലങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ അനാലിസിസ് വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അനാലിസിസ് വീഡിയോയിൽ ജസ്റ്റ് ട്രൈ ടു ഫോക്കസ് ഓൺ ദാറ്റ് മാറ്റർ. ഇപ്പം ഞാൻ അനാലിസിസ് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ആ പ്രൈസിന്റെ ഭാഗം പറയുമ്പോൾ ഞാൻ തപ്പിക്കളിച്ചുകൊണ്ടിരിക്കലാണ് അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ തമാശ പറഞ്ഞല്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ. അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് പോയി നോക്കൂ. നിങ്ങൾ ആശാൻ ലെവൽ പറയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ലെവൽ 24,000 നിഫ്റ്റി നോക്കുമ്പോൾ ഞാൻ 27,000 എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളുണ്ട്. മുമ്പുള്ള എൻ്റെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം ഐ ആം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ദിസ് പ്രൈസ്. ഈ സംഗതിനെ കുറിച്ച് ഞാൻ ലീസ്റ്റ് ബോതേഡാണ്.
ഈ സംഗതിനെ കുറിച്ച് ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. ഞാൻ ആകെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു സംഗതിയിലാണ്. ചാർട്ട് എന്ത് കാണിക്കുന്നു, ഇതിനകത്ത് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. ട്രസ്റ്റ് മീ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ, ഇതിനകത്ത് ഞാൻ മാസ്റ്ററാണ്. സോ ഞാൻ ഈ ഭാഗത്ത് മേ ബി അല്ല, ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. നിഫ്റ്റി ഏത് പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നു, ലെറ്റ് ഇറ്റ് ബി. നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ, നിഫ്റ്റി എൻ്റെ പെങ്ങളുടെ കെട്ടിയൊന്നുമല്ല. താഴത്ത് വീണാലും മുകളിൽ പോയാലും എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉണ്ടാവില്ല. നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, ഈ ഒരു സംഗതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സംഗതിയിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം എന്താ, നിങ്ങൾ 100 ചാർട്ട് മാറ്റുമ്പം ഈ സംഗതി 100 അടുത്ത് 100 ആവില്ല, ശരിയല്ലേ? നിങ്ങളൊരു 100 വാച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 100 അടുത്ത് 100 അല്ലേ പ്രൈസ്. ഈ സംഗതി എല്ലായിടത്തും 100 സ്ഥലത്തും ഒന്നല്ലേ? ക്യാൻഡിൽ എന്ന് പറഞ്ഞ എല്ലായിടത്തും ഒന്നല്ലേ? അതെ സാർ. സോ പ്രൈസ് ക്യാൻ ബി ഡിഫറെന്റ്, ക്യാൻഡിൽ കാണ്ട്.